യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് ശരിയാ. എങ്കിലൊരു കാര്യം ചെയ്താലോ? കേസ് കഴിഞ്ഞ് പ്രിയേ ശങ്കറങ്ങളും ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതൊക്കെ തിരിച്ച് അച്ഛന്റെ പേരിൽ തന്നെ ആക്കിയാലോ? ശരി, അത്രയല്ലേ വേണ്ടു. അത് അപ്പൊ നമുക്ക് ആലോചിക്കാം. പോരെ? ഇപ്പൊ ആ വക ടെൻഷനൊക്കെ വിട്ട് സന്തോഷിക്കാനുള്ളൊരു സമയ. നാളെ അങ്കിൾ ആന്റിയെ കാണും. നമ്മളോട് പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യവും അങ്കിൾ ആന്റിയുമായിട്ട് സംസാരിക്കും. അവര് തമ്മിലുള്ള ചെറിയ മാനസിക പ്രശ്നങ്ങൾ അതുകൂടെ തീർക്കാൻ കഴിഞ്ഞാൽ കേസിൽ നിന്ന് റിലീസ് ആവുന്നതോടെ ആന്റി വീണ്ടും നമ്മുടെ കൂടെ തന്നെ വരില്ലേ? ആണോ ചേട്ടാ? അത് സംഭവിക്കോ? ഉറപ്പായും സംഭവിക്കും. താനും അച്ഛനും അമ്മയും കൂടിയുള്ള ഒരു ജീവിതം ഉറപ്പായിട്ടും സാധ്യമാവും. പോരെ? എന്താ ഇത്? ഒന്നുമില്ല. നോക്ക്, എനിക്കറിയാം താൻ ജീവിതത്തിൽ ഏറ്റവും മിസ് ചെയ്യുന്ന എന്താണെന്ന്. എത്രയൊക്കെ സ്നേഹം ആരിൽ നിന്നൊക്കെ കിട്ടിയാലും ഒരു പ്രത്യേക സമയത്ത് അച്ഛനമ്മമാരുടെ ഒപ്പം ജീവിക്കുന്നതിന്റെ അനുഭവം ഒന്ന് വേറെ തന്നെയാ. പ്രത്യേകിച്ചും അഡോളസൻസ് പിന്തുടരുന്ന ഒരു പെൺകുട്ടിക്ക് അമ്മയുടെ സാന്നിധ്യം എത്ര വലുതാണെന്ന് ഏറെക്കുറെ എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇപ്പോ എല്ലാം തിരിച്ചു കിട്ടിയെന്ന് ഉറപ്പായപ്പോ കുറച്ചു കാലത്തേക്ക് കാട്ടിക്കൊതിപ്പിച്ച വിധി തന്നെ വീണ്ടും പറ്റിക്കുന്നു എന്ന തോന്നലല്ലേ? ഇല്ലടോ, ഇത്തവണ അതുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ തനിക്ക് വേണ്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ ഏത് കുപ്പായം വേണമെങ്കിലും അണിയാൻ എനിക്ക് മടിയില്ലടോ. അതുപോലെ ചായ എവിടേക്കാ ചിത്ര? നേരത്തെ അച്ഛൻ കേട്ടില്ലേ? എന്താ? എവിടേക്കാ പോകുന്നേന്ന്? എനിക്കൊരാളെ കാണാനുണ്ട് മോളെ. ആരെയാ? അത് നീ അറിയാത്ത ഒരാളെയാ. ഒറ്റയ്ക്ക് പോണോ അച്ഛൻ? ഞാൻ കൂടെ വരാം. ഏയ്, മോള് വരണ്ട. മോള് വന്നാൽ ശരിയാവില്ല. അതെന്താ? എന്താണോ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വാശി പിടിച്ചതൊന്നും അല്ല. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് അധികം ആയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയാ? വഴിയിൽ പതുങ്ങിയിരുന്ന് വെട്ടിവീഴ്ത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ എനിക്കൊന്നും വരില്ല. പോരെ? എന്താ ഇങ്ങനൊക്കെ പറയുന്ന? എന്താ മോള് പേടിച്ചു പോയോ? അന്ന് തന്നെ ഞാൻ കാരണം അങ്ങനെയൊക്കെ വന്നത്. ഇനി അങ്ങനെയൊന്നും വരല്ലേന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. മോളുടെ പ്രാർത്ഥന എനിക്ക് എന്നും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ. അച്ഛൻ വരട്ടെ. ഇതെന്താ? മോളെ, ഇതൊരു കേസിന്റെ. അപ്പൊ ഓഫീസിലേക്കാണോ? ഓഫീസിലേക്കും പോണം. എന്നാ ശരി. അയ്യോ, അച്ഛൻ ചായ കുടിച്ചില്ല. വേണ്ട മോളെ, ഇനി ചായ കുടിക്കാൻ നിന്നാലേ വൈകും. അച്ഛൻ ചായ പോലും കുടിക്കാതെ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്റെ ചായയും കുടിച്ചിറങ്ങാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ, ഞാൻ ഇറങ്ങട്ടെ. ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണാവോ? എന്തോ ഒരു വശപ്പശക്ക് മണക്കുന്നുണ്ടല്ലോ. ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഒഴിഞ്ഞു മാറില്ല.
വിളിക്കുന്നു. ഹലോ. അങ്കിളിപ്പ എവിടെയാ? എന്താ? പറ. ഞാൻ സേനാപതിയുടെ വീട്ടിലുണ്ട്. ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? അച്ഛൻ രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ആരെ കാണാനാണത്രേ. കയ്യിൽ ഫയലും ഉണ്ട്. ഫയലോ? ചോദിച്ചപ്പോ എന്ത് കേസിന്റെ ആണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി കുറെ വൈകുന്നത് വരെ ആ അൻസർ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ അവര് പറഞ്ഞത്? പുറത്തായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. എടി, നീ എന്തിനാ പിന്നെ അവിടെ പോയി നിൽക്കുന്നേ? എനിക്ക് പിന്നെ അവർ സംസാരിക്കുന്നിടത്ത് പോയി നിൽക്കാൻ പറ്റുമോ? അത് കൂടുതൽ സംശയത്തിനിടയാക്കില്ലേ? ഞാൻ കുറെ ശ്രദ്ധിച്ചു നോക്കി. അമ്മയും പൂജയും പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ. എന്റെ ഒരു ഗട്ട് ഫീലാ. അച്ഛൻ പോയിരിക്കുന്നത് പൂജയും അരുണിമേന്റെയും കാണാനാണോന്ന് ഒരു സംശയം. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒളിക്കുന്ന പോലെ തോന്നിയാതാ. അവസാനം നമ്മളെ രണ്ടുപേരെയും പറ്റിച്ച് നിങ്ങളുടെ ചേട്ടൻ മിടുക്കനാവോ? അതെ, നീ ഫോൺ വെക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പ്രിയയാ? എന്തോ അടുത്ത പ്രശ്നം? ഇതൊരു ഇൻഫർമേഷനാ. നന്ദേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. പൂജയെ അരുണിമേച്ചയും കാണാനാണോന്ന് പ്രിയയ്ക്കൊരു സംശയം. എല്ലാരെയും അയാൾ പറ്റിക്കുമെന്നാ പ്രിയയുടെ സംശയം. അവക്കെന്തുവാ അങ്ങനെ തോന്നാൻ? അല്ല, നന്ദേട്ടന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കാണും. ആള് വെളിയിൽ ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് വെളിയിലിട്ട് പിടിച്ചാലോ? തയ്യാറാക്കി വെച്ച മുദ്രപത്രങ്ങളെല്ലാം കയ്യിൽ തന്നെ ഇല്ലേ? തീർക്കേണ്ടി വന്നാൽ തീർത്തിട്ടായാലും ആ ചാപ്റ്റർ നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം. എന്തു പറയുന്നു? തനിക്ക് വിവരവും വെള്ളിയാഴ്ച ഒന്നുമില്ലേ? എടോ, കമ്മീഷണർ അറിയാതെ ഇനി ഈ വിഷയത്തിൽ ഒരടി പോലും മുന്നോട്ട് വെക്കരുതെന്ന് അയാൾ പറഞ്ഞത് മറന്നോ? ഇതൊരുമാതിരി പട്ടിയൊട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ആയി. അതിന് കാരണം ഇടയ്ക്ക് താൻ ആ പ്രിയയെ വലിച്ചു കയറ്റിയതാ. സേനാപതി, വെറുതെ എന്നെ മാത്രം കുറ്റം പറയരുത്. ആ സ്നേഹസദനം സ്വന്തമാക്കാൻ തേജയെ ഇറക്കി അവളെ മയക്കിയെടുത്തത് നിങ്ങളും സാക്ഷിയും കൂടെ തന്നെ. അത് മറക്കരുത്. അന്ന് തുടങ്ങിയതാടോ എന്റെ കഷ്ടകാലം. അവളുമായിട്ട് കൂട്ടുചേർന്ന എല്ലാവരും തകർന്നിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ ഒരേ ഒരു മോള് പോയി. താൻ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത പെരുവഴിയിലുമായി. എടോ, ഇതൊക്കെ തുടങ്ങി വെച്ചത് ആ കമ്മീഷണറല്ലേ? അയാൾക്ക് നന്ദേട്ടനോടുള്ള പകയല്ലേ ഇതിനുള്ള ശരിക്കും കാരണം. എന്നാൽ അത് എന്താണെന്ന് അയാൾ പറയുന്നുമില്ല. എന്തായാലും അതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. കമ്മീഷണർ തന്നോട് രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് അറിഞ്ഞതോടെ നന്ദൻ പോലീസിനോട് പരാതി ഇല്ല എന്ന് പറഞ്ഞില്ലേ? തന്റെ പേര് പോലും അയാൾ പറഞ്ഞില്ലല്ലോ. അപ്പോ അതിലും വലിയ ഒന്നാണ് ആ രഹസ്യം. അയാളുടെ കുടുംബത്തെ ജീവനോടെ ദഹിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. അയാളെ കൊല്ലുന്നതിന് പകരം ആ രഹസ്യങ്ങൾ കണ്ടെത്താൻ നോക്ക്. കൊല്ലാൻ നടക്കുന്നു.